കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. തിരുവമ്പാടി മണ്ഡലം എന്ന് വെച്ചാൽ മുക്കം മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തോട് ചേർന്നാണ്. അതിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിലേക്ക് നോക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിൽ UDF ആണ് കണ്ടിരിക്കുന്നത്. നല്ല കൺവിൻസിംഗ് ആയിട്ട് നല്ലൊരു രീതിയിൽ മുന്നിരിപ്പുണ്ട്. 63,000 വോട്ട് UDF നേടിയപ്പോൾ 41% വോട്ട് നേടിയപ്പോൾ LDF 45,000 ഉള്ളൂ. ഏകദേശം ഒരു 12,000 വോട്ടിന്റെ വ്യത്യാസം കുറവാണ് LDF. അതേസമയം 35,000 വോട്ട് സ്വതന്ത്രമുണ്ട്. NDA 4.6% ഉള്ളൂ. ഒരു പ്രസൻസും ഇല്ല. 5% താഴെ 7,000 വോട്ടേ ഉള്ളൂ. UDF 81 മെമ്പർമാരുള്ളപ്പോൾ LDF 50 ഉണ്ട്. അതേസ് 20, NDA 1. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിലെ ഇപ്പോഴത്തെ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ തിരുവമ്പാടിയിൽ 2011 ലീഗ് ജയിച്ച മണ്ഡലമാണ്. 2011 2016 ആയപ്പോൾ അത് CPM LDF തിരിച്ചെടുത്ത മണ്ഡലമാണ്. തിരുവമ്പാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊരു ക്രിസ്ത്യൻ വോട്ടിനൊരു ഇമ്പോർട്ടൻ്റ് കുടിയേറ്റ ക്രിസ്ത്യൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ജോർജ് എം തോമസ് ആയിരുന്നു 2016 ലീഗിന്റെ ക്യാൻഡിഡേറ്റിനെതിരെ. CPM ജയിച്ചത് ജോർജ് എം തോമസും ലീഗ് ഉമ്മറൂടെ മത്സരിച്ചപ്പോൾ 2016 CPM ജയിച്ചു. CPM അതിൽ ലിൻഡോ ജോസഫും ചെറിയ മുഹമ്മദൂടെ മത്സരിച്ച് ലീഗിന്റെ LDF നിലനിർത്തിയിരിക്കുകയാണ്. എങ്കിലും ചെറിയ മാറ്റം 4,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ കഴിഞ്ഞ 2021. 2026 ലിൻഡോ സെയിം ആളാണ് മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്. ലീഗിന്റെ CK കസീമാണ് മത്സരിക്കുന്നത്. 2020 BJP സീറ്റ് കൊടുത്തിരിക്കുന്നത്. സണ്ണി തോമസ് ആണ് അവിടെ 2020 വേണ്ടി മത്സരിക്കുന്നത്. BJPക്ക് അവിടെ ശുഷ്കമാണ്, കാര്യമായ വോട്ടിൽ. അത് 2020 കൊടുത്ത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ കോഴിക്കോട് തിരുവമ്പാടി നോക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ UDF വളരെയധികം ഫ്രണ്ടാണ്. 41% വോട്ട് നേടിയിട്ടുണ്ട്. അത്രയും മെമ്പർമാർ 81 ഉണ്ട്. പിന്നെ ലീഗിന്റെ കോട്ടയാണ്. LDF ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണല്ലോ നിർത്തിയിരിക്കുന്നത്, ലിൻഡോ ജോസഫ്. അത് തന്നെ 2020 ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി സണ്ണി തോമസ് നിർത്തുമ്പോൾ കുറച്ച് വോട്ട് LDFന്റെ 2020 പിടിച്ചെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ LDFന്റെ എതിരായിട്ടുള്ള ഭരണവിരുദ്ധതകൾ കുറയുമ്പോൾ നല്ല വോട്ട് കുറയാം. UDF അവിടെ തിരുവമ്പാടി ഒരു കൺവിൻസിങ് വിന്നാണ്. തിരുവമ്പാടി UDF വിജയിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.